ഹായ് ഫോക്സ്, വെൽക്കം ടു മൈ ചാനൽ എക്സ്പ്ലോർ എഡിറ്റ്. സോ ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻട്രോയ്ക്ക് മുമ്പ് ഒരു വീഡിയോ കണ്ടു കാണുമായിരിക്കും. ആക്ച്വലി ആ വീഡിയോ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. ആ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ പേരെന്ന് പറയുന്നത് മോഷൻ പിക്ചർ എന്നാണ്. മോഷൻ പിക്ചർ എന്ന് വെച്ചാൽ ഒരു പിക്ചറിനെ ചലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മീൻസ് നമ്മളൊരു മൂവ്മെൻ്റ് അല്ലെങ്കിൽ ഒരു മോഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് നമ്മളൊരു പിക്ചറിന്. അപ്പോൾ ഇതുപോലത്തെ കുറേ വീഡിയോസ് നിങ്ങൾ മുൻപും കണ്ടിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഈ വാട്സപ്പിലും FBയിലും അങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കുറേ സ്റ്റാറ്റസ് വന്ന രീതിയിൽ. അപ്പോൾ ശരിക്കും ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കാണുമ്പോൾ നമുക്ക് കോംപ്ലക്സ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇത് വെരി ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാനത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൻ്റെ പേരാണ് Zoetropic. ഈ ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സോ ഞാൻ ഈ ആപ്പിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. ഈ ആപ്പിന് ശരിക്കും ഒരു മീനിങ് ഉണ്ട്. Zoetropic എന്ന് പറയുന്ന ഈ വേർഡിന് മീനിങ് എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ആൻ ഇല്യൂഷൻ ഓഫ് മോഷൻ എന്നാണ്. ആക്ച്വലി നമ്മൾ ശരിക്കും ഒരു ഇല്യൂഷൻ പോലെയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു മാജിക്കൽ രീതിയിലാണ് നമ്മൾ ഈ ഒരു പിക്ചറിനെ മോഷൻ കൊടുക്കുന്നത്. മോഷൻ മീൻസ് മൂവ്മെന്റ്. സോ വിത്തൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഗൈസ്. അപ്പോൾ ഈ പറഞ്ഞ ആപ്പ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു പാനലുണ്ട്, ന്യൂ മെമ്മറീസ്, മൈ മെമ്മറീസ് എന്നൊക്കെ. ഞാനപ്പോൾ ന്യൂ മെമ്മറീസ് ഒരു ഫോട്ടോ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഗാലറിയിൽ നിന്നാണ് ശരിക്കും എടുക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോയാണ് നമ്മളിന്ന് എഡിറ്റ് ചെയ്ത് മോഷൻ കൊടുക്കാൻ പോകുന്നത്. സോ നമുക്ക് താഴെ കുറേ കുറേ ടൂൾസ് കാണാവുന്നതാണ്. മോഷൻ, സീക്വൻസ്, സ്റ്റെബിലൈസ്, സെലക്ട്, സൂം, മാസ്ക് എന്നെല്ലാം. സോ ഞാൻ ഈ ടൂളിൻ്റെ അതിൻ്റെ ഒരു ഫീച്ചർ ഞാൻ പറയാൻ പോവാണ്. സോ നമ്മൾ ഫസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ആണ്. സീക്വൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സീക്വൻസ് ആണ് ശരിക്കും ഡയറക്ഷൻസ് കൊടുക്കുന്നത്, എങ്ങനെ ഏത് രീതിയിൽ മോഷൻ നടക്കണം, ഏത് ഡയറക്ഷനിൽ നടക്കണമെന്ന്. സോ നമ്മൾ ഈ സീക്വൻസ് സെലക്ട് ചെയ്ത് നമുക്ക് സൈസ് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇതൊരു ചെറിയ പിക്ക് ആയതുകൊണ്ട് നമുക്ക് വലിയ സൈസിൽ വേണമെന്നില്ല. അപ്പം നമ്മുടെ പിക്കിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഈ ടൂള് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്ന ഡയറക്ഷനിലേക്കായിരിക്കും പിന്നെ ആ പിക്ചറിന്റെ ഒരു മോഷൻ എന്ന് പറയുന്നത്. ഈ പിക്ചറിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു ട്രാൻസ് ഫീലിംഗ് പിക്ചറാണ്. എന്ന് വെച്ചാൽ ഒരു ട്രാൻസ് എഫക്റ്റ് രീതിയിൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു അലൈവ് എന്നല്ല എഴുതിയിട്ട് ഒരു ട്രാൻസ് എഫക്റ്റ് മോഡിലുള്ള ഒരു പിക്ചറാണ്. സോ ഞാൻ ആ ട്രാൻസ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത്. സോ നമുക്ക് ഈ പിക്ചർ ഇപ്പം കണ്ടില്ലേ, ഞാനപ്പോൾ മേളിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, പ്ലേയും പോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പം നമ്മൾ ഈ ആര വെച്ച് ഇപ്പോൾ ഒരു ആര വെച്ചാൽ പോലും നമുക്ക് ആ പ്ലേ ഇത് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് എങ്ങനെ ഏത് രീതിയിൽ മൂവ്മെന്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. സോ ഇപ്പോൾ നമ്മളിതിപ്പോൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു ബോക്സ് വരുന്നുണ്ട്. അതാണ് സൂം ബോക്സ് എന്ന് പറയുന്നത്. ആ ബോക്സ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ ഓരോ പോയിന്റ്സ്. സോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുന്ന റാൻഡമായിട്ട് കുറേ നമ്മുടെ ഈ ഡയറക്ഷനിലേക്ക് ഞാൻ കുറേ ആരോസ് വെക്കാൻ പോവാണ്. ആരോസ് മീൻസ് ആ ഡയറക്ഷനിലേക്കാണ് നമ്മുടെ ഈ മോഷൻ സംഭവിക്കുന്നത്. സോ നമുക്ക് ഈ കാണാവുന്നതാണ്. ഇതിലിപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഒരു പിക്ചറാണ്. അപ്പോൾ അതിൻ്റെ താഴെ കുറേ സ്മോക്ക് പോലെയുണ്ട്, ക്ലൗഡ്സ് പോലെ. അപ്പോൾ നമ്മൾ ആ ക്ലൗഡിൻ്റെ രീതിയിൽ തന്നെ നീക്കണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ ഇത് കൊടുത്തിട്ട് നമ്മൾ ഇത് ഡയറക്ഷൻസ് കൊടുക്കണം. സോ ഞാൻ കുറേ ഡയറക്ഷൻസ് ആ ഒരു ഓർഡറിൽ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും നമ്മൾ ആ സീക്വൻസ് കൊടുത്ത് റെഡി ആക്കിയിട്ടുണ്ട്. സോ അടുത്തതെന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസ് എന്ന് പറഞ്ഞാണ്. ശരിക്കും സ്റ്റെബിലൈസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റെഡ് ഡോട്ട്സ് കണ്ടില്ലേ, അതാണ് സ്റ്റെബിലൈസ് ഡോട്ട്സ്. ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനത്തിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക, എന്ന് വെച്ചാൽ സ്റ്റേഷനറി ആയിട്ട് നിർത്തുക. എന്ന് വെച്ചാൽ നമ്മൾ ആ സെലക്ട് ചെയ്യുന്ന പാർട്ട് മാത്രം മൂവ്മെന്റ് ചെയ്യില്ല. ഇപ്പം ഞാൻ ഈ വീട് ചുറ്റം വെച്ചിട്ടുണ്ട്, ഇപ്പം അടുത്ത ലെറ്റർ ഇക്ക് ചുറ്റം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത് കണ്ടില്ലേ, നമുക്ക് നമ്മൾ ആ ലെറ്റേഴ്സ് മോഷനിൽ ഇടുമ്പോൾ ആ ലെറ്റേഴ്സ് മാത്രം മൂവ് ചെയ്യില്ല. അപ്പം നമുക്ക് ഈ അലൈവ് എന്ന് പറഞ്ഞാൽ ആ ലെറ്റേഴ്സ് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റേഷനറി ഫേസിൽ കിട്ടുന്നതാണ്. ബാക്കി എല്ലാ മൂവ്മെന്റിലും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റെബിലൈസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സെലക്ട് ആണ്. സെലക്ട് എന്താന്ന് പറഞ്ഞാൽ നമ്മളതൊരു ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പം നമ്മൾ കൂടുതൽ ഡോട്ട്സ് എടുക്കുകയെന്ന് വെച്ചാൽ കൂടുതൽ സീക്വൻസോ അല്ലെങ്കിൽ കൂടുതൽ സ്റ്റെബിലൈസിങ് പോയിന്റ് വെക്കുമ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്തിട്ട് കളഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ അടുത്ത ഞാനും ബാക്കി ലെറ്റേഴ്സും നമ്മൾ അങ്ങനെ പോലെ സ്റ്റെബിലൈസ് ചെയ്യാണ്. അപ്പം നമുക്ക് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ആ ലെറ്റേഴ്സ് എല്ലാം ഒരുമിച്ച് ഒരു നോർമൽ രീതിയിൽ അങ്ങനെ തന്നെ നിൽക്കണം.
ബാക്കി എല്ലാത്തിനും ഒരു മൂവ്മെന്റ് ഉണ്ടാണ്. അതിനാണ് സ്റ്റെബിലൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റെബിലൈസ് ഞാനിപ്പോൾ ആ ഒരു എന്താണ് ആ പെൺകുട്ടിയായിട്ടുള്ള പിക്ചറിന് ചുറ്റും ഫുള്ളായിട്ട് വെച്ചാൽ അതും ഫുള്ളായിട്ട് നീങ്ങാണ്ടിരിക്കും. അപ്പോൾ ചുറ്റുമുള്ളത് മാത്രമേ നീങ്ങുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ശരിക്കും ഈ സീക്വൻസ് എന്താ പറയണേ മൂവ് ചെയ്യാനും സ്റ്റെബിലൈസ് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഗായ്സ്, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി ഫൈനലായിട്ട് ഓഡിയോ ആഡ് ചെയ്താൽ മതി. ഓഡിയോ മീൻസ് മ്യൂസിക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ താഴെ കുറേ ടൂൾസ് വേണ്ടിയില്ല സീക്വൻസിൻ്റെ ഒക്കെ കൂടെ. അപ്പോൾ അതിൻ്റെ അവസാനമായിട്ട് നമുക്ക് മ്യൂസിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ ഉണ്ട്. നമുക്കപ്പോൾ അതിലെടുത്തിട്ട് ഒരു മ്യൂസിക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മ്യൂസിക് ഓപ്ഷൻ. എന്നിട്ട് ടോപ്പ് റൈറ്റ് കോർണറിൽ സേവ് ഓർ എക്സ്പോർട്ട് വീഡിയോ എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ അതിൽ ഡീഫോൾട്ടായിട്ടെല്ലാം കിടക്കും. നമ്മളാകെ MP4 ആണോ GIF ആണോ വേണ്ടത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ വീഡിയോ അതുകൊണ്ട് MP4 സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്കിനി അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും MP4 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ വീഡിയോ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ വീഡിയോ സേവ് ആയിട്ടുണ്ട്. സോ നമുക്ക് ആ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ മ്യൂസിക്കും മോഷനും എല്ലാം കറക്റ്റാണോ. ഗൈസ്, അപ്പോൾ ഇതേപോലെ തന്നെ ഇതേ സെയിം ടൂൾ ഉപയോഗിച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്ത അടുത്തൊരു സാമ്പിൾ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ ഈ മോഷൻ പിക്ചർ ഒന്ന് കാണാൻ നോക്കുക. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. സോ ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും എൻ്റെ വക പീസ് ഔട്ട്.